ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ പിടിയും വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഈസ്റ്ററോ ക്രിസ്മസോ എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ദിശ, നിങ്ങളെല്ലാവർക്കും പോപ്പ് പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം പിടി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിന് കുറച്ച് തരിയുള്ള പൊടി എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് പുട്ടുപൊടിയും 1 കപ്പ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ കയ്യിൽ ഏത് പൊടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഈ നാളികേരവും ഉപ്പും അരിപ്പൊടിയൊക്കെ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഈ പൊടിനെ നമുക്കൊന്ന് പാനിലിട്ട് വറുത്തെടുക്കാം. വറുത്ത് ഇത് ബ്രൗൺ കളർ ആവണ വരെ വറുക്കരുത് കേട്ടോ. അത് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇവിടെ പാകമുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് കുഴക്കുന്നതിന് മുമ്പ് ഈ വറുത്ത അരിപ്പൊടിയിൽ നിന്ന് നമുക്ക് 2-3 ടീസ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പിടി വേവിക്കാൻ നേരത്ത് അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടി ആവശ്യം വരും. ഇനി അടുത്ത പരിപാടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 2 ടീസ്പൂൺ ജീരകം, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാണ്ടായാലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ അപ്പോൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യരുത്. ഇനിയിപ്പോൾ തൽക്കാലം ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് പിടിയുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ്ചർ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പമൊക്കെ കുഴയ്ക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചല്ലേ കുഴയ്ക്കണേ, അതുപോലെ തന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടി ഫുൾ വെള്ളം ആവശ്യം വരില്ല കേട്ടോ. ഇതിന് കുറച്ചെടുത്താൽ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ബാക്കി വെള്ളം നമുക്ക് പിടി വേവിക്കാൻ വേണ്ടി ആവശ്യം വരും. വെള്ളം തിളയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുറച്ചായി വെള്ളം ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ആദ്യം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് കൈ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടൊന്ന് കുറഞ്ഞ് കിട്ടിയാൽ നമുക്ക് കൈ യൂസ് ചെയ്ത് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ കൈ പൊള്ളണ പോലെ തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കൈ പച്ചവെള്ളത്തിൽ മുക്കിയാണ്ടല്ലോ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ ഇത് കുഴയ്ക്കാൻ. ഇത് കുഴച്ചെടുക്കാൻ ആകെ ഒരു 2-2.5 കപ്പ് വെള്ളം വേണ്ടി വന്നുള്ളൂ. ഇനി നമ്മളുടെ പിടി ഉരുട്ടി വെക്കാൻ പോണ പ്ലേറ്റിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വെതറി കൊടുക്കാം. നമ്മൾ പിടി ഉണ്ടാക്കി വെക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവിന് നമുക്ക് ചെറിയ ബോൾസ് ആക്കി പിടിയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഈ ബോൾസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടി കുറച്ച് അരിപ്പൊടി വെതറി കൊടുക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. ഇനി നമ്മൾ ഈ മാവ് കുഴച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം നമുക്ക് അതിനെ തിളപ്പിച്ചെടുക്കണം. ഇത് പരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പിടിയുടെ ഗ്രേവി ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. എന്തായാലും ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിലുണ്ട്. അതുകൊണ്ട് പിന്നെ അരിച്ചാലും കുഴപ്പമില്ല. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 2ാം പാലും 1 കപ്പ് 1ാം പാലും നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം. നമ്മൾ ഈ പിടി തേങ്ങാപ്പാൽ തന്നെ വേവിക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. വെള്ളത്തിലായാലും വേവിച്ചെടുക്കാം. പക്ഷെ തേങ്ങാപ്പാൽ വേവിക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെയും പിടിയിലും ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ തേങ്ങാപ്പാലും വെള്ളവും തിളച്ച് വരുമ്പോൾ നമ്മൾ പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പിടി മുങ്ങി കിടക്കാൻ പാത്രമുള്ള വെള്ളം വേണം കേട്ടോ. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കിയില്ലെങ്കിൽ നമ്മളെ പിടി ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഈ പിടി ഉരുട്ടാൻ നേരത്ത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ കഴിക്കാനും എളുപ്പം വേവാനും എളുപ്പം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ 2 ടീസ്പൂൺ, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമായാലും മതി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പിടിയുടെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പതുക്കെ സ്നേഹത്തോടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, നമ്മൾ പിടിയൊന്നും പൊടിയാണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നമ്മളെ പിടി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടോ നോക്കാൻ ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രേവിയുടെ കട്ടിയുടെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഗ്രേവിക്ക് ഇപ്പോൾ നല്ല കട്ടിയാണെങ്കിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ ചൂട് കുറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടിയായി വരും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ പിടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയായ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 3/4 കിലോയുടെ അടുത്ത് ചിക്കൻ പീസസ് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവിലും വ്യത്യാസം വരും. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. കറുവയില, തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, 3-4 കുരുമുളക്,
നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാലയൊക്കെ 2-3 വെച്ച് ഇട്ടോളൂ കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി, ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതെല്ലാത്തിനെയും ഒന്ന് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. കരിയാണ്ട് നോക്കണം കേട്ടോ, കരിഞ്ഞു പോയാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം കുളവും. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ ഇവിടെ കശ്മീരി മുളകിൻ്റെ യൂസ് ചെയ്യുന്നത് കേട്ടോ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇനി ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ദേ നമ്മൾ ചിക്കൻ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണ വരെ ഒന്ന് വരട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നല്ല നൈസായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഇവിടെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് സോഫ്റ്റ് ആയതിന് ശേഷം നമ്മളുടെ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അരപ്പ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പൊന്ന് നന്നായി എണ്ണയിൽ കിടന്ന് വേവണം. ഇതിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി അരപ്പ് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയുടെ 2ാം പാലിന്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ വെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണത് ആ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഞാൻ പിടിക്ക് വേണ്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ചിക്കനെ ഒന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയുടെ 1 കപ്പ് 1ാം പാലാണ്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിൻ്റെ ചാറിന് കൂടുതൽ കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉള്ളി കച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ചിക്കൻ കറിയിൽ കടുക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുക് യൂസ് ചെയ്യാത്തത്. ഇതിലേക്ക് 2-3 നമ്മളെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി ഡാർക്ക് ബ്രൗൺ ആയതിനു ശേഷം നമ്മളെ ചിക്കൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. ഈ നേരം കൊണ്ട് നമ്മളുടെ പിടിയും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് നോക്കിയാൽ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയും കുറച്ച് ചൂടാറുമ്പോൾ അത് തിക്കായി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഭയങ്കരമായിട്ട് തിക്കായാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.